മനുഷ്യൻ ലോകാരംഭം മുഴുവൻ ആഗ്രഹിച്ചിരുന്നു. ഈ ആഗ്രഹിച്ചിരുന്ന പ്രോസസ്സിൽ പലപ്പോഴും മനുഷ്യന് ലോകത്തിന് നാശകരമായ പല ഡിവൈസസ് മനുഷ്യൻ കണ്ടുപിടിച്ചു ഈ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി. പണ്ട് മനുഷ്യനെ ബലി കൊടുത്തിട്ടാണ് ദൈവത്തെ സന്തോഷിപ്പിച്ചത്. ഇബ്രാഹിം നബി സ്വന്തം മകനെ ബലി കൊടുക്കാൻ കൊണ്ടുപോയ സംഭവം നിങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന സംഭവമാണ്. ഹി തോട്ട് that God ordered his son to be given as sacrifice. പക്ഷെ ലോകത്തെങ്ങുമുള്ള സമൂഹം പണ്ട് ഇത് ചെയ്തിരുന്നു. മനുഷ്യനെ ജീവനോട് ബലി കൊടുക്കും. അമേരിക്കയിലെ റെഡ് ഇന്ത്യക്കാര് അവരുടെ ദേവാലയങ്ങൾ സ്ഥാപിച്ച അവസരത്തിൽ ഏറ്റവും ആരോഗ്യമുള്ള മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് നെഞ്ച് പിളർന്ന ചങ്കും കരളും കൂടെ എടുത്ത് ദൈവത്തിന് കൊടുക്കുമായിരുന്നു. മെക്സിക്കോയിലെ ഏറ്റവും വലിയ പിരമിഡ് ടെമ്പിൾ അവർ പണിഞ്ഞപ്പോൾ 20,000 പേര് 20,000 people were sacrificed. Their heart and liver were plucked out and given to God. ദൈവത്തിന് ഇഷ്ടപ്പെടണമെങ്കിൽ മനുഷ്യന്റെ ചങ്കും കൂമ്പും എടുത്ത് കൊടുക്കണം. ഇത് അടുത്ത സ്റ്റേജ് വന്നപ്പോഴേക്കും മനുഷ്യനെ ബലി കൊടുക്കണ്ട, പകരം മൃഗത്തെ ബലി കൊടുക്കണം എന്നൊരു സിസ്റ്റത്തിലേക്ക് വന്നു. യഹൂദന്മാര് മൃഗങ്ങളെ ബലി കൊടുത്തിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി. ഇന്ത്യയില് മൃഗങ്ങളെ ബലി കൊടുത്തിട്ട് ദൈവത്തെ സന്തോഷിപ്പിക്കാൻ തുടങ്ങി. അതിനകത്ത് ഒരു കവാലിക വർഗം എന്നൊരു വർഗം മനുഷ്യനെ തന്നെ കൊടുക്കണമെന്ന് വിശ്വസിച്ചിരുന്നു. ശങ്കരാചാര്യരുടെ കാലത്തും കവാലി വർഗം ശങ്കരാചാര്യരുടെ തലയ്ക്ക് വേണ്ടി വന്നിട്ട് അദ്ദേഹം തല കൊടുക്കാൻ കൊണ്ടുപോയതും നരസിംഹാവതാരത്തിലൂടെ ദൈവം അദ്ദേഹത്തെ രക്ഷിച്ച ചരിത്രം ശങ്കര ദിഗ്വിജയത്തിൽ നമ്മൾ വായിക്കുകയാണ്. അവ ഇങ്ങനെ രക്തമൊഴുക്കി, ബ്ലഡ് വാസ് ദ മീഡിയം ബൈ വിച്ച് ഗോഡ് കുഡ് ബി സാറ്റിസ്ഫൈഡ്, വെദർ ഹ്യൂമൻ ബ്ലഡ് ഓർ ആനിമൽ ബ്ലഡ്. ഇന്ത്യയിൽ ബുദ്ധഭഗവാനാണ് അജാതശത്രു ആടിനെ ബലി കൊടുക്കാൻ തുടങ്ങിയപ്പോൾ തടയുകയും അങ്ങനെ സാക്രിഫൈസ് വിത്ത് ബ്ലഡ് വാസ് ബ്ലോക്ക്ഡ് ആൻഡ് ബ്രോട്ട് ടു എ ന്യൂ സ്റ്റേജ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെന്തുണ്ടായി? സംതിങ് എൽസ് ഹാസ് ടു ബി ഓഫേർഡ്. അപ്പോൾ അപ്പവും വീഞ്ഞും കൊണ്ട് ബലി കൊടുക്കുക, അല്ലെങ്കിൽ ആദ്യത്തെ വിളവ് കൊണ്ട് ബലി കൊടുക്കുക, ഇങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായി. ഈ സിസ്റ്റം ഇങ്ങനെ വരുന്ന അവസരത്തിലാണ് ദർ വാണ്ടഡ് എ റവല്യൂഷൻ. ആ റവല്യൂഷൻ കൊണ്ടുവന്നത് പ്രോഫറ്റ് മുഹമ്മദാണ്. പരിശുദ്ധ പ്രവാചകൻ എന്ത് ചെയ്തു? മനുഷ്യനെ കൊന്ന് ബലി കൊടുക്കണ്ട, മൃഗങ്ങളെ കൊന്ന് ബലി കൊടുക്കണ്ട, ബലി ദൈവത്തെ സമീപിക്കുന്നതിന് വേണ്ടി വളരെ കോസ്റ്റ്ലി ഐറ്റംസ് ഉപയോഗിച്ച് ദൈവത്തെ ബലി കൊടുക്കേണ്ട. കർണാടകത്തിലെ ജൈനമതക്കാര് 12 കൊല്ലം കൂടുമ്പോ ഹസ്താഭിഷേകം എന്നൊരു സാധനം നടത്തും. 65 അടി പൊക്കമുള്ള ശ്രാവണബലോഗോളായിലെ വലിയ വിഗ്രഹത്തിന്റെ തലയിലൂടെ 5000 ടൺ എണ്ണ, 5000 ടൺ പാല്, 5000 ടൺ ചന്ദനത്തൈലം ഇങ്ങനെയൊക്കെ കോരി ഒഴിച്ച് ഇത് ഈ 65 അടി പൊക്കമുള്ള ദേവന്റെ തലയിൽ കൂടി ഇങ്ങനെ ഒഴുകി ഒരു ആറിൽ വന്ന് ചേരുകയാണ്. മില്യൺസ് ആൻഡ് മില്യൺസ് ഓഫ് റുപ്പീസ് wasted on the head of the god to please God. ആ മില്യൺസ് ഓഫ് റുപ്പീസ് ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ആയിരക്കണക്കിന് ആളുകളുടെ പട്ടിണി മാറ്റാമായിരുന്നു. ഐ ആം നോട്ട് റെഡിക്യൂളിംഗ് എനി റിലിജൻ. ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു മീഡിയത്തിൽ നിന്ന് പ്രവാചകൻ he simplified the rituals. മഗ്രോ-ഹിൽ കമ്പനി പറയുന്നു, that revolution was something splendid. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി തലച്ചുമുടും കൊണ്ട് സാധനം കൊണ്ട് ദേവാലയത്തിൽ പോണ്ട, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി മനുഷ്യൻ ബലി കൊടുക്കണ്ട, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി രക്തം ഒഴുക്കണ്ട, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തിന് തലയിൽ കൂടെ ചന്ദനത്തൈലം പാലും കോരി ഒഴിക്കണ്ട. ഏത് ദേവാലയത്തിലും ഇനി ദേവാലയം ഒന്നും വേണ്ട. ട്രെയിനിൽ ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് വാങ്ങുവിളി കേട്ടാൽ ഒരു തോർത്തങ്ങോട്ട് വിരിക്കുക, ഇമ്മീഡിയറ്റ്ലി ഒരു മുസ്ലിം പ്രാർത്ഥിക്കുന്നതായിട്ട് നമ്മൾ പലതവണ ട്രെയിനിൽ കണ്ടിട്ടുണ്ട്. നോ ക്വാംസ്, വെരി സിമ്പിൾ. പ്രവാചകൻ ഉണ്ടാക്കിയ റവല്യൂഷൻ ഇൻ റിച്വൽസ് വാസ് സംതിങ് ഫാന്റാസ്റ്റിക്. മഗ്രോ-ഹിൽ കമ്പനി മാത്രമല്ല, ലോകത്തിലെ മതങ്ങളെ പറ്റി പഠിച്ചിട്ടുള്ളവർ മുഴുവൻ പറയുന്നു, ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി ഇത്ര സിംപ്ലിഫൈഡ് ഫോം കണ്ടുപിടിച്ചത് പ്രവാചകൻ ലോകത്തിന് ചെയ്ത അത്ഭുതകരമായ സംഭാവനകളാണ്. അതിന്റെ മറ്റൊരു സിംപ്ലിഫിക്കേഷൻ പ്രോസസ് ആയിരുന്നു ഗുരു നാനാക്ക് ചെയ്തത്. ഒരു കണ്ണാടി വെക്കുക, ആ കണ്ണാടിയിൽ നോക്കി പ്രാർത്ഥിക്കുക. കേരളത്തിലെ മഹാനായ ശ്രീനാരായണ ഗുരുദേവൻ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയ ഒരു ക്ഷേത്രത്തിൽ ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി കണ്ണാടി നോക്കി പ്രാർത്ഥിച്ചോളാം. ഇറ്റ്സ് അനദർ വാട്ട് ഗുരു നാനാക്ക് ആൻഡ് ശ്രീനാരായണ ഗുരുദേവൻ ഡിഡ് ഈസ് അനദർ ഫോം ഓഫ് സിംപ്ലിഫിക്കേഷൻ. ബട്ട് ഈവൻ വിത്തൌട്ട് എ മിറർ, ഈവൻ വിത്തൌട്ട് ആൻ ഓബ്ജെക്ട്, യു ക്യാൻ സിംപ്ലി പ്രേ വെറെവർ യു ആർ. ഇത് അത്ഭുതകരമായ ഒരു റെവല്യൂഷനാണ് ഇൻ റിച്വൽസ്, ദ മോസ്റ്റ് സിംപ്ലിഫൈഡ് ഫോം ഓഫ് വർഷിപ്പ്. ഈ വർഷിപ്പിന്റെ ഫോം ഈശ്വര സാക്ഷാത്കാരത്തിന് കണ്ടുപിടിച്ച ഏറ്റവും
അത്ഭുതകരമായ മാർഗമാണ് എന്നുള്ളതാണ്. ഇനി പ്രാർത്ഥനയുടെ ഭാഗമായി ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന അവന്റെ ആരോഗ്യം പുഷ്ടി പ്രാപിക്കുന്നതിനും അവൻ കുറച്ചുകൂടി ശക്തനായ ഒരാളായി മാറ്റുന്നതിനും വേണ്ടി വിനിയോഗിക്കുക എന്നൊരു പ്രോസസ് ആ പ്രാർത്ഥനയുടെ ഭാഗമായി ഇൻക്ലൂഡ് ചെയ്തു. ഈ പ്രവാചകൻ ഈ ചെയ്ത അത്ഭുതം ഡോക്ടർമാർ പോലും അത്ഭുതപ്പെടുന്ന ഒരു സംഭവമാണ്. ഒരാൾ നിസ്കരിക്കുമ്പോൾ മുട്ടുകുത്തി നെറ്റി കൊണ്ടുവന്ന് തറയിലേക്ക് മുട്ടിക്കുന്നു. നല്ല മുസ്ലിം ആണെങ്കിൽ നെറ്റിയിൽ തഴമ്പ് വേണം എന്ന ശാസ്ത്രം ഞങ്ങൾ പോലീസിൽ ഇത് വളരെ ഭംഗിയായിട്ട് വിനിയോഗിക്കാറുണ്ട്. പോലീസിൽ എന്തെങ്കിലും തെറ്റ് ചെയ്ത ഒരു മുസ്ലിമിനെയാണ് കൈ കിട്ടുന്നതെങ്കിൽ അവന്റെ തലയിൽ ആദ്യം നോക്കും. തഴമ്പുള്ള മുസ്ലിം ആണെങ്കിൽ വളരെ എളുപ്പമാണ് കേസ് തെളിയിക്കാൻ. പരിശുദ്ധ ഖുർആൻ കൊണ്ടുവന്നിട്ട് ഇതിൽ തൊട്ട് നീ പറയാമോ നീ തെറ്റ് ചെയ്തില്ല എന്ന്. അത് നിരപരാധിയാണെ പറയും, അതിൽ തൊട്ടോ പറയും ഞാൻ ചെയ്തിട്ടില്ല എന്ന്. പിന്നെ കേസ് അന്വേഷിക്കേണ്ട, ഹീസ് ഇന്നസെന്റ്. പക്ഷേ അഥവാ കുറ്റവാളിയാണെങ്കിൽ പരിശുദ്ധ ഖുർആനെ തൊട്ട് കഴിഞ്ഞാൽ തഴമ്പുള്ള മുസ്ലിമാണ്, അവൻ ഉള്ള കാര്യം ഏറ്റു പറയും. കേസ് അന്വേഷണം വളരെ സിമ്പിളാണ്. ഈ മുസ്ലിമിനെ കൈ കിട്ടിയാൽ, ഈ തഴമ്പുള്ള മുസ്ലിമിനെ കൈ കിട്ടിയാൽ. അപ്പൊ ഇത് ഈ ആരാധനയുടെ ഭാഗമായി വിശ്വാസം ഉറപ്പിച്ച സംഭവമാണ്. ഈ മുട്ടുകുത്തി നെറ്റി തറയിൽ മുട്ടിക്കുന്ന പ്രോസസ് തലച്ചോറിന് ബുദ്ധിശക്തി ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഹൃദയത്തെക്കാൾ താഴെ തലച്ചോറ് വരുന്നൊരു പ്രോസസ്സാണ് ഈ നെറ്റി കൊണ്ട് തറയിൽ മുട്ടിക്കുന്ന പ്രോസസ്. അപ്പോൾ ഹൃദയം പമ്പ് ചെയ്യുന്ന ബ്ലഡ് തലച്ചോറിലേക്ക് ഇരച്ച് കയറുകയാണ്. ദാറ്റ് എക്സസ് ബ്ലഡ് ഇൻ ദ ബ്രെയിൻ മേക്സ് ദ മുസ്ലിം ബ്രെയിൻ സുപ്പീരിയർ ഇൻ ഇന്റലിജൻസ്. അപ്പൊ തലച്ചോറിന് ബുദ്ധി കൂട്ടുന്ന അത്ഭുതകരമായ പ്രോസസ്സാണ് ഈ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രോസസ്. ഇനി അതിന്റെ പ്രാർത്ഥനയുടെ സമയം ഫിക്സ് ചെയ്തത് ബയോളജിക്കൽ ക്ലോക്കുമായി കണക്റ്റഡ് ആയതുകൊണ്ട് ഒരു മുസ്ലിം നിസ്കരിക്കുമ്പോൾ അവന്റെ ബയോളജിക്കൽ ക്ലോക്കിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഹിസ് ന്യൂറോളജിക്കൽ സിസ്റ്റം ആൻഡ് ഹിസ് ബ്രെയിൻ ബിക്കം സുപ്പീരിയർ. അത് ഡോക്ടർമാരെ സിംപ്ലിഫൈ ചെയ്യുന്ന വളരെ എളുപ്പത്തിലാണ്. അതെന്താന്ന് ചോദിച്ചാൽ, സൂര്യൻ ഉദിച്ചു, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, ആ ഉഷസ്സിലാണ് ഒരു നിസ്കാരം വരുന്നത്. നാട്ടുന്ന വടിക്ക് നിഴലില്ലാതാവുമ്പോൾ ഒരു നിസ്കാരം, ദാറ്റ് മീൻസ് സൺ ഈസ് എക്സാക്ട്ലി ഓൺ ടോപ്പ് ഓഫ് ദാറ്റ് സ്റ്റിക്ക്. വടിയുടെ നീളവും നിഴലിന്റെ നീളവും തുല്യമാവുമ്പോഴാണ്, 45 ഡിഗ്രി ആംഗിളിൽ സൺറൈസ് വരുമ്പോഴാണ് അടുത്ത നിസ്കാരം. സൂര്യൻ അസ്തമിച്ചു, സൂര്യരശ്മികളെ കാണാൻ വയ്യ, സൂര്യനെ കാണാൻ വയ്യ, സൂര്യരശ്മികൾ കാണാം, അടുത്ത നിസ്കാരം. So the entire timing of the prayer is according to the movements of sun and the moon. അപ്പൊ ആ മനുഷ്യന്റെ ബയോളജിക്കൽ ക്ലോക്കും സൂര്യചന്ദ്രന്മാരുടെ നീക്കവും തമ്മിൽ കണക്റ്റഡ് ആണ്. അപ്പൊ ഈ ബയോളജിക്കൽ ക്ലോക്ക് ടേൺ ചെയ്യുന്ന സമയത്താണ് മുസ്ലിം പ്രാർത്ഥിക്കുന്നത്. വാട്ട് ഹാപ്പൻസ്? അയാളുടെ ബോഡിക്കും അയാളുടെ തലച്ചോറിനും അത്ഭുതാവഹമായ ശക്തി ഉണ്ടാവുന്നു, ശരീരത്തിന് ശക്തി ഉണ്ടാവുന്നു, തലച്ചോറിന് ബുദ്ധി ഉണ്ടാവുന്നു. വെൻ ദാറ്റ് ബയോളജിക്കൽ ക്ലോക്കിൻ ടൈമിൽ പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന അത്ഭുതകരമായ പ്രോസസ്. എന്നാൽ നൊയമ്പിനെ പറ്റി പറയുമ്പോഴാണ് ഡോക്ടർമാര് ഇപ്പോഴും അമ്പരന്ന് പോകുന്ന സത്യം ഉണ്ടാവുന്നത്. എല്ലാ മതങ്ങൾക്കും നൊയമ്പുണ്ട്. ഹിന്ദു മതങ്ങൾക്ക് 52 ആഴ്ച നൊയമ്പുകളുണ്ട്, നവരാത്രിയുടെ നൊയമ്പുണ്ട്, ശിവരാത്രിയുടെ നൊയമ്പുണ്ട്. ക്രിസ്ത്യാനിക്ക് 3 നൊയമ്പ്, 8 നൊയമ്പ്, 15 നൊയമ്പ്, 25 നൊയമ്പ്, 50 നൊയമ്പ്. സോ ക്രിസ്ത്യാനിക്ക് കൊണ്ട് 101 ദിവസം നൊയമ്പ്. ബുദ്ധമതക്കാർക്ക് നൊയമ്പുണ്ട്, ജൈനമതക്കാർക്ക് നൊയമ്പുണ്ട്, യഹൂദന്മാർക്ക് നൊയമ്പുണ്ട്. പക്ഷെ ഈ നൊയമ്പുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠം മുസ്ലിങ്ങൾ നോക്കുന്ന റംസാൻ നൊയമ്പാണ്. ഈ റംസാൻ നൊയമ്പിനെ പറ്റി അമേരിക്കൻ ഡോക്ടർമാര് വിശദമായി പഠിച്ചപ്പോഴാണ് അതിന്റെ സാരാംശം മനസ്സിലായത്. അതെന്താണെന്ന് ചോദിച്ചാൽ, 11.5 മണിക്കൂർ ഒരു മനുഷ്യൻ 100% വയറ്റിലേക്ക് ഒന്നും കൊടുക്കാതിരുന്നാൽ, 100% അവൻ ഉപവസിച്ചാൽ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടും. കുടലിന്റെ പെരിറ്റോണിയം പൊട്ടി ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു എൻസൈം കുടലിലേക്ക് ഊർന്നിറങ്ങും. അത് കുടൽ അങ്ങോട്ട് വലിച്ചെടുത്ത് കഴിഞ്ഞാൽ ശരീരത്തിന് 10 times ഇമ്മ്യൂണോളജിക്കൽ കപ്പാസിറ്റി വർദ്ധിക്കുകയാണ്. 11 മണിക്കൂർ പട്ടിണിയിരിക്കണം, 100% പട്ടിണിയിരിക്കണം. അതിനിടയ്ക്ക് ഒരു നാരകാളം കുടിച്ചാൽ പോയി, the effect is gone. If something is given, intestine will not behave like this. അപ്പൊ 11.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയി കംപ്ലീറ്റ് ആയി ആഹാരം വർജിച്ചാൽ, ഓർ ഈവൻ എനിത്തിങ് വിത്ത് കലോറി കണ്ടന്റ് ഉപേക്ഷിച്ചാൽ, അവന്റെ കുടലിന്റെ പെരിറ്റോണിയം പൊട്ടി കുടലിലേക്ക് ഒരു എൻസൈം ഊർന്നിറങ്ങുകയും ആ എൻസൈം കുടൽ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ 10 times ആണ് ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടുന്നത്. അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാർ 12 കൊല്ലം ഇത് കണ്ടുപിടിച്ചപ്പോൾ അവർ അമ്പരന്ന് പോയി. 1400 കൊല്ലത്തിന് മുമ്പ് ഹയർ എഡ്യൂക്കേഷൻ പോകാതിരുന്നൊരു പ്രവാചകൻ ഇത്ര ഭയങ്കര ഒരു മെഡിക്കൽ പ്രിൻസിപ്പിൾ കണ്ടുപിടിച്ചു എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞന്മാർക്ക് മനസ്സിലാക്കാൻ അപ്രാപ്യമായ ഒരു സംഭവമാണ്. റംസാൻ നോയമ്പ് നോക്കുന്നൊരു മുസ്ലിം അതിനകത്തുനിന്ന് പുറത്തു വരുന്നത് അത്ഭുതാവഹമായ ശരീരശക്തിയോടുകൂടിയും അത്ഭുതാവഹമായ മാനസിക ശക്തിയോടുകൂടിയാണ്.
കാരണം ഹി ഗെറ്റ്സ് ഹിസ് വിൽ പവർ. ആ മനക്കരുത്താണ് 12 മണിക്കൂർ ആഹാരം വർജിക്കാനുള്ള മനക്കരുത്ത്. അതിന് നെറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനും ശക്തി, ആരോഗ്യം വർദ്ധിക്കുന്നു എന്നുള്ളതോടൊപ്പം ദി ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം ഓഫ് ദ ബോഡി ഗെറ്റ്സ് വെരി സ്ട്രോങ്. ഈ ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം സ്ട്രോങ് ആയി കഴിഞ്ഞാൽ തളർവാദം ഉൾപ്പെടെയുള്ള നിരവധി രോഗങ്ങൾ ആ വ്യക്തിക്ക് വരാതിരിക്കാനുള്ള ഏറ്റവും വലിയ പ്രിവെന്റീവ് മെഡിസിനാണ് ഈ റംസാൻ നൊയമ്പ് എന്ന് പറയുന്നത്. അറബി ദേശത്ത് കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ധാന്യപ്പുരകൾ നിറഞ്ഞിരിക്കുന്ന സമയത്താണ് ഈ നൊയമ്പിന്റെ കാലം വരുന്നത്. വേറെ എല്ലാ സ്ഥലത്തും നൊയമ്പ് വരുന്നത് ധാന്യക്കലവറകൾ മിക്കവാറും എംറ്റി ആവുന്ന കാലത്താണ് നൊയമ്പ് വരുന്നത്. കർക്കടകത്തിൽ പണ്ട് നൊയമ്പുണ്ടായിരുന്നു. കാര്യം മഞ്ഞക്കടകത്തിൽ തിന്നാനൊന്നുമില്ല, അവൻ പട്ടിണിയായി പോകും. പാശ്ചാത്യ ദേശത്ത് നൊയമ്പ് വരുന്നത് when almost the entire storage of their food item is exhausted after winter. ജനുവരി ഫെബ്രുവരി വിന്റർ അങ്ങോട്ട് കഴിഞ്ഞ് മാർച്ച് മാസം ആവുമ്പോഴത്തേന് ഓൾമോസ്റ്റ് ഓൾ ധാന്യപ്പുരകൾ എംറ്റി ആവും. ആ സമയത്താണ് ഏപ്രിൽ മാസത്തെ 50 നൊയമ്പ് വരുന്നത്. ബാക്കിയുള്ള എല്ലാ ജനങ്ങളും നൊയമ്പ് നോക്കുന്നത് ധാന്യപ്പുരായിൽ ഒന്നും ഇല്ലാതാവുന്ന കാലത്താണ്. പക്ഷെ മുസ്ലിങ്ങളുടെ നൊയമ്പ് നോക്കാൻ പ്രവാചകൻ പറഞ്ഞത് അറബി ദേശത്ത് കൊയ്ത്ത് കഴിഞ്ഞ് ധാന്യപ്പുരകൾ നിറയുന്ന സമയത്താണ്. വിത്ത് ഫുൾ ഗ്രാനറീസ് ഫുൾ ഹാവ് ഹങ്കർ വിത്ത് യു. പ്രവാചകൻ ആ നൊയമ്പ് ഈ ധാന്യക്കലവറകൾ നിറഞ്ഞു കിടന്ന കാലത്ത് ചെയ്യാൻ പറഞ്ഞത് അത്ഭുതാവഹമായ ഒരു പ്രൊസീജിയറാണ്. എങ്കിൽ മാത്രമേ ആ വിൽ പവർ കിട്ടുള്ളൂ. തിന്നാൻ ഇഷ്ടം പോലെ സാധനമുള്ളപ്പോ അത് തിന്നാതിരിക്കുക എന്ന് പറയുന്നത് വളരെ വളരെ മനക്കട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. ഞാൻ പോലീസ് ഓഫീസർമാരുടെ മീറ്റിംഗ് കൂടുന്ന അവസരത്തിൽ ഞങ്ങളുടെ ആ മീറ്റിംഗിലുള്ളത് ഒരു 5 പേരോളം ഡയബറ്റിക്കാണ്. ഭയങ്കര ഡയബറ്റീസാണ്. ഒരു തരം മധുരവും കഴിക്കാൻ ഒക്കത്തില്ല. അതുകൊണ്ട് ചായ കൊണ്ടുവരുമ്പോൾ പോലും പഞ്ചസാര ഇല്ലാതാണ് കൊണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങളുടെ ഒരു അസിസ്റ്റന്റ് കമാൻഡിന് ഒരു രോഗം വന്നു. അതെന്താന്ന് വെച്ചാൽ അയാളുടെ ഷുഗർ അബ്സോർപ്ഷൻ വളരെ വളരെ ലോ ആണ്. ഓരോ 20 മിനിറ്റ് കൂടുമ്പോൾ ഓരോ ലഡ് തിന്നുകൊണ്ടിരുന്നില്ലെങ്കിൽ അയാൾ ചത്തുപോകും. ബിക്കോസ് ഹി വിൽ ഡൈ. കാര്യം അവൻ തിന്നുന്ന ഷുഗറിന്റെ 100 അവന്റെ ശരീരം അബ്സോർവ് ചെയ്യുള്ളൂ. വല്ലാത്ത രോഗമാണ്. അവ മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ പറയും സാർ ഒരെണ്ണം, ഒരു ലഡു. പിന്നെ ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ ഒരു ലഡു. 6 ഡയബറ്റീസുകാർ ചുറ്റിയിരിക്കും. അവന്മാർ പറഞ്ഞു എഴുന്നേക്കടാ, നിനക്ക് വേറെ എവിടെയെങ്കിലും പോയി തിന്നും, ഞങ്ങൾ 6 ഡയബറ്റീസുകാരോടെ ഒന്നും കഴിക്കാനിരിക്കും, നീ ഇങ്ങനെ ഇരുന്ന് ലഡു അടിച്ചാൽ. കാരണം പട്ടിണി കിടന്നിരിക്കുന്ന അവൻ നിന്ന് ലഡു അടിച്ചാല് സംഭവം നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒക്കെയില്ല. ഈ സെയിം പ്രൊസീജിയറാണ് പ്രവാചകൻ പറ്റിച്ചത്. ധാന്യപ്പുറം നിറഞ്ഞു കിടക്കുമ്പോൾ പട്ടിണി കഴിക്കാൻ പറഞ്ഞു, റംസാൻ നോക്കാൻ പറഞ്ഞു. ഇത് നമ്മുടെ ഓട്ടോ ഇമ്മ്യൂണോളജിക്കൽ സിസ്റ്റം ശക്തിപ്പെടുത്തുന്നതിനും ശരീരത്തിനും മനസ്സിനും ആരോഗ്യം കിട്ടുന്നതിനും അത്ഭുതാവഹമായ സിസ്റ്റമാണ്. ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും നോയമ്പ് നോക്കുകയും ചെയ്യാൻ പ്രവാചകൻ പറഞ്ഞപ്പോ ഇത് ലോകത്തിനുണ്ടാക്കിയ വലിയൊരു വിപ്ലവം ആണ് എന്നുള്ളതാണ് ഈ ചരിത്രകാരന്മാരും മതപണ്ഡിതന്മാരും കണ്ടുപിടിച്ചിരിക്കുന്നത്. 1400 കൊല്ലത്തിനു മുമ്പ് പ്രവാചകൻ ചെയ്ത ഈ സിസ്റ്റം വളരെ അത്ഭുതാവഹമായ ഒരു സിസ്റ്റമാണ്. പ്രവാചകന്റെ 6ാമത്തെ വലിയ സംഭാവന നിയമരംഗത്താണ്. ഒരു നിയമമേ